السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونصلي على رسوله الكريم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم اجعل خطبتي خطبة مؤثرة في قلبي وفي قلوب الناس يا أرحم الراحمين. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. صدق الله مولانا العظيم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ എന്ന പ്രാമാണിക പണ്ഡിത പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തപ്പെടുന്ന ഇസ്ലാം അറിയുക അടുക്കുക ക്യാമ്പയിന്റെ എറണാകുളം ജില്ലാ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി ഈ ഒരു വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിന്റെ ബഹുമാന്യനായ സംസ്ഥാന ട്രഷറർ ഉസ്താദ് പി കെ സുലൈമാൻ മൗലവി, ജില്ലാ സെക്രട്ടറി അനസ് റഹ്മാനി, ജില്ലാ പ്രസിഡന്റ് ഷംസുദ്ദീൻ മൗലവി തുടങ്ങി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പണ്ഡിത മഹത്തുക്കളെ, വിനീതനെ ശ്രവിക്കുന്ന സത്യവിശ്വാസികളും സത്യാന്വേഷികളുമായ സഹോദരി സഹോദരന്മാരെ, സർവേശ്വരനും കരുണാമയനും ജഗന്നിയന്താവും ഏകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സന്മാർഗം കാട്ടിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ എല്ലാവിധ ബുദ്ധിമുട്ടുകളെയും റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്രയും എളുപ്പത്തിൽ പരിഹരിച്ചു തരുമാറാകട്ടെ. ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ ഇസ്ലാം അറിയുക അടുക്കുക എന്ന പ്രമേയവുമായി കേരള സംസ്ഥാനത്തിലെ പൊതുജനങ്ങളിലേക്ക് കുറച്ചു കാലമായി സംവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖവിരകൾ ഒരുപാടില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ആഗോള ലോകാടിസ്ഥാനത്തിൽ തന്നെ ദീനുൽ ഇസ്ലാമിനെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തെറ്റായി പരിചയപ്പെടുത്താനും പ്രചരിപ്പിക്കുവാനുമുള്ള കുൽസിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും തന്നെ ഇറക്കുമതി മുതലായ അബൂബക്കർ ബാഗ്ദാദി എന്ന ഭീകരന്റെ നേതൃത്വത്തിൽ ചില ആളുകൾ എന്തൊക്കെയോ നടത്തുന്നു എന്ന പേരുകളും വാർത്തകളും പറഞ്ഞുകൊണ്ട് അതൊക്കെ ഒരു ഇസ്ലാമിക വിരുദ്ധ ചാലക ശക്തിയാക്കി മാറ്റാനുള്ള അതിനിഗൂഢവും നികൃഷ്ടവുമായ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഇന്നിപ്പോൾ നമുക്കറിയാം, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അതുപോലെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും സംശയലേശമെന്നെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ വക്താക്കളെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കൂട്ടം ആളുകൾ പോസ്റ്ററുകളും പ്രസ്താവനകളൊക്കെ ആയിട്ട് പതിവ് പോലെ രംഗത്ത് വന്നിട്ടുമുണ്ട്. ഇസ്ലാമിനെ താറടിച്ചു കാട്ടാൻ, ഇസ്ലാം എന്തോ വലിയ പ്രശ്നമാണ്,
ഇസ്ലാം അപകടമാണ്, ഇസ്ലാം മാനവിക മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന തെറ്റായ ചില ധാരണകൾ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഈ ആളുകൾ ഇട്ടുകൊടുക്കുകയാണ്. ഇവിടെ ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ എന്ന പണ്ഡിത പ്രസ്ഥാനത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഏതെങ്കിലും നല്ലവരായ സഹോദരങ്ങൾ ആ കുപ്രചരണങ്ങളിൽ വീണുപോയിട്ടുണ്ടെങ്കിൽ, തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ എന്താണ് സത്യം, എന്താണ് ഇസ്ലാം എന്നത് ആ സഹോദരങ്ങളെ അറിയിക്കുക എന്ന ഉത്തരവാദിത്വം ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ എന്ന പണ്ഡിത പ്രസ്ഥാനം ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നു. എന്ന് മാത്രമല്ല, അന്വേഷണത്തിലൂടെ സത്യം ഇതാണ്, സ്വർഗത്തിലേക്കുള്ള മാർഗം ഇതാണ്, സമാധാനത്തിലേക്കുള്ള മാർഗം ഇതാണ്, ദൈവത്തിലേക്കുള്ള മാർഗം ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു മാർഗത്തെ ഞങ്ങൾ സ്നേഹിക്കുന്ന, ഞങ്ങൾ സഹോദരീ സഹോദരന്മാരായി കാണുന്ന ഞങ്ങളുടെ സഹോദരങ്ങളും അറിയണം, നിങ്ങളും അതിന്റെ വക്താക്കളാകണം എന്നുള്ള താല്പര്യത്തോടുകൂടി തന്നെയാണ് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ പൊതുസമൂഹത്തിനിടയിലേക്ക് കടന്നു വരുന്നത്. നാം തിരിച്ചറിയേണ്ടത്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക വിരുദ്ധ സന്ദേശങ്ങൾ നടത്തപ്പെടുമ്പോഴും അപ്രകാരമുള്ള പ്രചരണങ്ങൾ പല ഭാഗങ്ങളിൽ കൊടുമ്പിരി കൊള്ളുമ്പോഴും സഹോദരങ്ങളെ, സഹോദരിമാരെ നാം അറിയേണ്ടുന്ന ഒരു വസ്തുതയുണ്ട്. ഇസ്ലാമിനെതിരെയുള്ള മുഴുവൻ സന്ദേശങ്ങളും മാനവികതയ്ക്ക് എതിരായിട്ടുള്ള സന്ദേശങ്ങളാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ, ഇസ്ലാമിനെതിരായിട്ടുള്ള മുഴുവൻ സന്ദേശങ്ങളും, അത് ഇസ്ലാമിന്റെ ദൈവസങ്കല്പങ്ങൾക്കെതിരെയുള്ള സന്ദേശങ്ങളാകട്ടെ, അത് പ്രവാചക പുങ്കവർക്കെതിരെയുള്ള സന്ദേശങ്ങളാകട്ടെ, അത് വിശുദ്ധ ഖുർആനിനെതിരെയുള്ള സന്ദേശങ്ങളാകട്ടെ, ഇസ്ലാമിനെതിരെയുള്ള മുഴുവൻ സന്ദേശങ്ങളും അത് മാനവിക സന്ദേശങ്ങൾക്ക് എതിരാണ്. അത് മാനവിക സന്ദേശങ്ങൾക്കെതിരാണ്. കാരണം ഇസ്ലാം മാനവികമാണ്, ഇസ്ലാം മാനവികമാണ്, ഇസ്ലാം മനുഷ്യർക്കുള്ളതാണ്. നാം ഒന്ന് തിരിച്ചറിയണം. പൊതുവെ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, അള്ളാഹു എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുടെ ഒരു ദൈവമാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിമീങ്ങളുടെ നേതാവും പ്രവാചകരുമാണ്. വിശുദ്ധമായ ഖുർആൻ മുസ്ലിങ്ങൾക്ക് പഠിക്കാനും മുസ്ലിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താനും മുസ്ലിമുകൾക്ക് മാത്രം ബന്ധപ്പെട്ടതുമായ ഒരു ഗ്രന്ഥവുമാണ്. പൊതുവെ നമ്മളൊക്കെ അങ്ങനെ കരുതാറുണ്ട്. നാം തിരിച്ചറിയേണ്ടുന്നത്, കൃത്യമായി 5 നേരം നിസ്കാരമുള്ള, അതേ തന്റെ മേൽ നിർബന്ധമായ ഹജ്ജ് കർമ്മത്തെ നിർവഹിച്ച, റമളാൻ മാസത്തിൽ കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്ന, ഒരുപക്ഷെ ഭാഗ്യമായ ഒരു മുസ്ലിമിന് ആവശ്യമായ ഘടകങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഒരു മുസൽമാൻ, ആ മുസൽമാൻ വിശ്വസിക്കുകയാണ് മുസ്ലിമുകൾ, അള്ളാഹു മുസ്ലിമുകളുടെ ദൈവമാണ്, മുസ്ലിമുകളുടെ മാത്രം ദൈവം. പ്രവാചകൻ മുസ്ലിമുകളുടെ മാത്രം നേതാവും റോൾ മോഡലുമാണ്. ഖുർആൻ മുസ്ലിമുകൾക്ക് മാത്രമുള്ള ഗ്രന്ഥമാണ്. നാം തിരിച്ചറിയേണ്ടത്, അങ്ങനെ ഒരു മുസ്ലിമായ മനുഷ്യൻ വിശ്വസിച്ചാൽ അവന്റെ ഇസ്ലാം പരിപൂർണമായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഒരിക്കലും ഇസ്ലാമിക സങ്കല്പങ്ങളും വിശ്വാസങ്ങളും അങ്ങനെയല്ല. അള്ളാഹു എന്ന വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഒരു ശക്തിയുണ്ട്, ഒരു ദൈവമുണ്ട്, ഒരു സ്രഷ്ടാവുണ്ട്. വിശുദ്ധമായ ഖുർആൻ ആ സ്രഷ്ടാവിനെ പരിചയപ്പെടുത്തുന്നത് മുസ്ലിമുകളുടെ ദൈവം എന്ന് പറഞ്ഞല്ല, തൊപ്പിയിട്ടവന്റെയും ദാടി വളർത്തുന്നവന്റെയും നിസ്കരിക്കുന്നവന്റെയും ഹജ്ജ് ചെയ്യുന്നവന്റെയും ദൈവമാണ് അള്ളാഹു എന്ന് വിശുദ്ധമായ ഖുർആനോ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസ സംഹിതകളോ ലോകത്തിനെ പഠിപ്പിക്കുന്നില്ല. പിന്നെയോ വിശുദ്ധമായ ഖുർആൻ തുറന്നാൽ അവിടെ നമുക്ക് പ്രാരംഭ പ്രാർത്ഥന കാണാം, സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് തുടക്കം കുറിക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഹലോകത്ത് വെച്ച് തന്നെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കാരുണ്യം ചൊരിയുന്ന അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങുകയാണ്. എന്നാൽ അങ്ങ് പാരത്രിക ലോകത്തോ തനിക്ക് വഴിപ്പെട്ടവർക്ക് മാത്രം കരുണ ചെയ്യുന്ന അള്ളാഹുവിന്റെ നാമത്തിൽ, ആ അള്ളാഹുവിന്റെ നാമത്തിൽ പ്രാരംഭം കുറിക്കുന്നു വിശുദ്ധ ഖുർആനിലെ പ്രാരംഭ പ്രാർത്ഥന. ശേഷം പരിചയപ്പെടുത്തുന്നു അള്ളാഹുവിനെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിനാണ് സർവസ്തുതിയും, അള്ളാഹുവിനാണ് സർവസ്തുതിയും. ആരാണ് അള്ളാഹു?
മുസ്ലിമുകളുടെ ദൈവമായ അള്ളാഹുവിന് സർവസ്തുതിയും എന്നല്ല, നോമ്പ് പിടിക്കുന്നവരുടെ ദൈവമായ അള്ളാഹുവിന് സർവസ്തുതിയും എന്നല്ല, അല്ലെങ്കിൽ തൊപ്പിയിടുന്നവരുടെയും ദാടി വളർത്തുന്നവരുടെയും ദൈവമായ അള്ളാഹുവിന് സർവസ്തുതിയും എന്നല്ല, മറിച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് സർവസ്തുതിയും. സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹു, സർവസ്വത്തെയും പരിപാലിക്കുന്ന അള്ളാഹു, സർവസ്വത്തിനും അന്നം കൊടുക്കുന്നവൻ അള്ളാഹു, സർവസ്വത്തിനും സൗകര്യങ്ങൾ കൊടുക്കുന്നവൻ അള്ളാഹു, സർവലോകത്തിന്റെയും സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിന് സർവസ്തുതിയും. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. അതെ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പം, ദൈവവിശ്വാസം, സർവലോകത്തിന്റെയും സൃഷ്ടാവും പരിപാലകനുമാണ് അള്ളാഹു. ഇവിടുത്തെ മുസ്ലിമിന്റെയും സൃഷ്ടാവും പരിപാലകനും അള്ളാഹുവാണ്. ഹിന്ദുവിന്റെയും സൃഷ്ടാവും പരിപാലകനും അള്ളാഹുവാണ്. ക്രൈസ്തവന്റെയും സൃഷ്ടാവും പരിപാലകനും അള്ളാഹുവാണ്. സർവ മനുഷ്യരുടെയും സൃഷ്ടാവും പരിപാലകനും അള്ളാഹുവാണ്. മുസ്ലിമുകൾക്ക് മാത്രമായ ഒരു ദൈവത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നില്ല. വീണ്ടും നമുക്ക് കടന്നു വരാം പ്രവാചക സങ്കല്പത്തിലേക്ക്. മഹാനായ അന്ത്യപ്രവാചകൻ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? വമാ അർസൽനാക ഇല്ലാ കാഫതൽ ലിന്നാസി ബശീറൻ വനദീറ. അല്ലയോ പ്രവാചകരെ, കാഫതൽ ലിന്നാസി ബശീറൻ വനദീറ, പ്രവാചകരെ മുസ്ലിങ്ങളെ സ്വർഗ്ഗത്തിൽ അയക്കാൻ വേണ്ടിയിട്ട് താങ്കൾ അയച്ചു എന്നല്ല, മുസ്ലിമുകളെ നന്മ പഠിപ്പിക്കാൻ വേണ്ടി താങ്കൾ അയച്ചു എന്നല്ല. പിന്നെയോ പ്രവാചകരെ, ഇല്ലാ കാഫതൽ ലിന്നാസ്, ലോകത്തുള്ള സർവ മനുഷ്യർക്കും സുവിശേഷകനും മുന്നറിയിപ്പുകാരനുമായിട്ടല്ലാതെ താങ്കളെ അയച്ചിട്ടില്ല എന്നാൽ. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള മുസൽമാന് വേണ്ടിയിട്ടും പ്രവാചകനെ അയച്ചു, ഹൈന്ദവന് വേണ്ടിയിട്ടും പ്രവാചകനെ അയച്ചു, ക്രൈസ്തവ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രവാചകനെ അയച്ചു. ലോകത്തുള്ള സർവകോടി മനുഷ്യ മക്കൾക്കും വേണ്ടി അയക്കപ്പെട്ട പ്രവാചകർ. ഇസ്ലാമിന്റെ സങ്കല്പം അതാണ്, ഇസ്ലാമിന്റെ സന്ദേശം അതാണ്. അതാണ് സഹോദരങ്ങളെ നാം ഇവിടെ ആദ്യം തന്നെ പരിചയപ്പെടുത്തിയത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം തിരിച്ചറിയേണ്ടുന്നത് ദീനുൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന അള്ളാഹു എന്ന സൃഷ്ടാവായാലും പുണ്യപ്രവാചകരായാലും മാനവകുലത്തിന്റെ മുഴുവൻ സ്വത്താണ്. അതാണ് പറഞ്ഞത്, ഈ അള്ളാഹുവിനെ തെറ്റായി പരിചയപ്പെടുത്തുമ്പോഴും പ്രവാചകരെ തെറ്റായി പരിചയപ്പെടുത്തുമ്പോഴും അത് മാനവരാശിയെ മുഴുവനും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെതിരെയുള്ള സന്ദേശങ്ങൾ ലോകത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ നാം ഓരോരുത്തരും അറിയണം, എന്താണ് ഖുർആൻ, എന്താണ് ഖുർആൻ. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമളാൻ മാസത്തിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. അതെ, എന്താണ് ഖുർആൻ? ഹുദൽ ലിന്നാസ്, ലോകത്തുള്ള സർവ മനുഷ്യർക്കും സന്മാർഗദർശിനിയാണ് ഖുർആൻ. ലോകത്തുള്ള സർവ മനുഷ്യർക്കും സന്മാർഗം കാട്ടുന്നതിന് വേണ്ടിയാണ് ഖുർആൻ. എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കേണ്ടത് ഇവിടുത്തെ മുസ്ലിം മാത്രമല്ല, ഖുർആൻ ലോകത്തോട് എന്തു പറയുന്നു എന്നറിയേണ്ടത് ഇവിടുത്തെ മുസൽമാൻ മാത്രമല്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഹൈന്ദവ സഹോദര, നിനക്കും അവകാശമുണ്ട് എന്നല്ല, നീയും അറിയണം എന്താണ് ഖുർആൻ. എന്റെ ക്രൈസ്തവ സഹോദരി സഹോദരന്മാരെ അറിയണം എന്താണ് ഖുർആൻ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരങ്ങളോടും പറയുന്നു, നാം അറിയണം ഖുർആൻ എന്താണ് എന്ന്. കാരണം ഖുർആൻ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതല്ല. അപ്പോ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ മുഴുവനും ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതാണെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും സന്മാർഗത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്ന ഒരു സന്ദേശവും പ്രത്യയശാസ്ത്രവുമാണ് ദീനുൽ ഇസ്ലാമെങ്കിൽ ആ ഇസ്ലാമിനെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അറിയുകയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആ ഇസ്ലാമിലേക്ക് അടുക്കുകയും ചെയ്യണം. സർവേശ്വരനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളൊന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമുണ്ട്. ഇപ്പോ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓണം വരുന്നുണ്ട്, പെരുന്നാള് വരുന്നുണ്ട്, ക്രിസ്മസ് വരുന്നുണ്ട്. ഈ സമയത്തൊക്കെ നമ്മളൊക്കെ അതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി ഡ്രസ്സ് എടുക്കാൻ പോകാറുണ്ട്. കാലടിയിൽ ഏതൊക്കെ ടെക്സ്റ്റൈൽസുകളുണ്ട് എന്ന് ഇവിടുത്തെ സഹോദരി സഹോദരന്മാർക്കറിയാം. ഒരു ഡ്രസ്സ് വേണമെങ്കിൽ ആദ്യം നല്ല കളക്ഷനുള്ള, നല്ല റിഡക്ഷനുള്ള, നല്ല ഡിസ്കൗണ്ട് ഉള്ള ഒരു കടയിലേക്ക് പോകും. കണ്ണിൽ ആദ്യം കാണുന്നത് എടുത്തങ്ങോട്ട് ഇടൂല,
ചിലപ്പോ പുറത്തൊക്കെ ഡമ്മികൾ വെച്ചിട്ടുണ്ടാവും, അത് തന്നെ വാങ്ങിയിടില്ല. പിന്നെന്താ, അകത്തേക്ക് ചെല്ലും, അന്വേഷിക്കും, അത് ഓരോന്നെടുത്ത് മുന്നിലേക്കിടും, തനിക്കിണങ്ങുന്നതാണോ എന്നെടുത്തു വെച്ച് നോക്കും, എന്നിട്ട് അതിന്റെ വില നോക്കും, അതിന്റെ ക്വാളിറ്റി നോക്കും, അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നമുക്കിണങ്ങുന്നത് ആണ് എന്ന് കുറെ അന്വേഷണം നടത്തിയിട്ട് മാത്രമാണ് ആ വസ്ത്രം എടുക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമുക്കെഴുതാൻ ഒരു 5 രൂപയുടെ പേന വേണമെങ്കിൽ ആ പേന നല്ല പേനയാണോ എന്ന് അന്വേഷിക്കും. ഏതൊരു നിസാര വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ പോലും ഒരന്വേഷണം നമുക്കുണ്ടാകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു സുപ്രധാന പങ്ക് നിർവഹിക്കുന്ന, ജീവിതത്തിൽ നമുക്ക് ദിശ കാട്ടുന്ന ഒരു മതത്തെയും വിശ്വാസത്തെയും തിരഞ്ഞെടുക്കുമ്പോൾ, ഏതൊരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കേണ്ടത് എന്ന ദൈവത്തെ തിരഞ്ഞെടുക്കുമ്പോൾ, ഏതൊരു നേതാവിനെ റോൾ മോഡലാക്കി ഞാൻ ജീവിക്കണമെന്നൊരു നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ, ഏതൊരു വേദഗ്രന്ഥം എന്റെ ജീവിതത്തിന്റെ വഴികാട്ടിയാകണം എന്നൊരു വേദഗ്രന്ഥത്തെ തിരഞ്ഞെടുക്കുമ്പോൾ, എന്തുകൊണ്ട് കേവലം ഒരു പേന വാങ്ങുന്ന അന്വേഷണ മനോഭാവം പോലും ഒരു മതത്തെയും ഒരു വിശ്വാസത്തെയും ഒരു ദൈവത്തെയും ഒരു നേതാവിനെയും ഒരു വേദഗ്രന്ഥത്തെയും തിരഞ്ഞെടുക്കുമ്പോൾ നമ്മിൽ നിന്നും ഉണ്ടാകുന്നില്ല? ഇത് വളരെ ഖേദകരമായ ഒരു കാര്യം തന്നെയല്ലേ? എന്തുകൊണ്ട് അന്വേഷണം നടക്കുന്നില്ല? ഒരു പക്ഷേ ഇവിടെ പലരും വേദപഠനം നമുക്ക് മാത്രമുള്ളതാണ് എന്നും, ഞങ്ങളല്ലാത്തവർ മറ്റാരെങ്കിലും വേദങ്ങൾ അറിയുകയോ ആ വേദം പരിചയപ്പെടുത്തുന്ന ദൈവീക സങ്കല്പവും പാരത്രിക ലോക സങ്കല്പവും തിരിച്ചറിയാനുള്ള ശ്രമം നടത്തിയാൽ ഈയമുരിക്ക് കാതിലേക്ക് ഒഴിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞത്, അതെ, യഥാർത്ഥ ദൈവത്തെ ലോകത്തിന്റെ മുന്നിൽ മാറ്റി നിർത്താൻ വേണ്ടിയായിരിക്കില്ലേ? നാം ഒന്ന് തിരിച്ചറിയേണ്ടത്, ദൈവം തമ്പുരാൻ നമ്മുടെ തൊട്ടടുക്കലാണ്. പ്രവാചകരെ, എന്റെ അടിമകൾ ആരെങ്കിലും വന്ന് എന്നെ പറ്റി താങ്കളോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കിൻ, ഞാൻ അവരുടെ സമീപസ്ഥരാണ്. എന്നെ വിളിച്ചാൽ ഉടനടി കേൾക്കുന്ന സമീപസ്ഥനായ ദൈവം. ആ ദൈവത്തിലേക്ക് കടക്കാൻ പൂജാരികളുടെ ആവശ്യമുണ്ടോ? ആ ദൈവത്തിലേക്ക് കടക്കാൻ അതേ വെള്ളയും ധരിച്ച തൊപ്പിയിട്ട തലപ്പാവ് ധരിച്ച പണ്ഡിതന്മാരുടെ, പുരോഹിതന്മാരുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മത മേലാളന്മാരുടെ ആവശ്യമുണ്ടോ? നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തെ കണ്ടെത്താൻ നമുക്ക് കഴിയണം. നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തെ, അതെ, സൃഷ്ടാവായ ദൈവത്തെ കണ്ടെത്താൻ നമുക്ക് കഴിയണം. നമ്മളൊന്ന് ചിന്തിക്കുന്ന സഹോദരങ്ങളെ, വളരെ അത്ഭുതകരമായ ഒരു കാര്യം. ഞാനിപ്പോ ഈ പരിപാടിക്ക് വേണ്ടി വരുമ്പോൾ ആലുവയിൽ ഞാൻ ട്രെയിൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, ഇങ്ങോട്ടേക്ക് വരാൻ വാഹനമില്ല. പെട്ടെന്ന് ഇങ്ങനെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ എവിടെ നിന്നോ ഒരു വാഹനം അന്തരീക്ഷത്തിൽ നിന്ന് രൂപപ്പെട്ട് എന്റെ മുന്നിലേക്ക് വരികയാണ്. ഞാൻ നോക്കുമ്പോൾ അതിനകത്തൊരു ഡ്രൈവറില്ല. ഒരു ഡ്രൈവറില്ല ആ വാഹനം ഓടിക്കാൻ. ഞാൻ തുറന്ന് അതിലേക്ക് കയറിയിരുന്നു. എനിക്ക് പോകേണ്ട സ്ഥലം പറഞ്ഞു, കാലടി എന്ന് പറഞ്ഞു. സ്വയംഭൂവായ ഒരു വാഹനം, നിയന്ത്രിക്കാൻ ഒരാളുമില്ലാത്ത ഒരു വാഹനം എന്നെയും കൊണ്ട് എവിടെയും തട്ടാതെ എവിടെയും മുട്ടാതെ കാലടിയിൽ ഈ പ്രദേശത്ത് തന്നെ കൊണ്ടിറക്കി. ഞാൻ ഈ സദസ്സിനോട് ഇത് പറഞ്ഞിട്ട്, ഇതിൽ ആരൊക്കെ ഇത് വിശ്വസിച്ചു? അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കാൻ പറഞ്ഞാൽ ചിലപ്പോ ഞാനല്ലാതെ വേറെ ആരും കൈപൊക്കൂല. കാരണം ഇതെങ്ങനെ വിശ്വസിക്കാനാണ്? റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു കാർ ഇങ്ങനെ സ്വയം ഉണ്ടാവുക, എന്നിട്ട് നിയന്ത്രിക്കാൻ ഒരാളുമില്ല, തട്ടാതെ മുട്ടാതെ ഓടി കാലടി വരൂല. ഇതൊന്നും പറയാൻ ഞങ്ങൾ വിശ്വസിക്കൂല. എങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച്, ഈ സർവ്വ അണ്ടകടാഹങ്ങളും അങ്ങ് സ്വയം ഉണ്ടായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമുക്ക് പറ്റുമോ? നിയന്ത്രിക്കാൻ ഒരാളുമില്ലാതെയാണ് സൂര്യൻ ചലിക്കുന്നത്, ഒരാളുമില്ലാതെയാണ് ചന്ദ്രൻ ചലിക്കുന്നത്, ഒരാളുമില്ലാതെയാണ് നക്ഷത്രങ്ങളും ഗോളങ്ങളും ഗ്രഹങ്ങളും ചലിക്കുന്നത് എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അത് വിശ്വസിക്കാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്, ഈ പ്രപഞ്ചത്തിന് ഒരു പരിപാലകനുണ്ട്, ഈ പ്രപഞ്ചത്തിന് ഒരു നിയന്ത്രണകർത്താവുണ്ട്. ആ ശക്തിയെ, ആ ദൈവത്തെ, ആ സൃഷ്ടാവിനെ തിരിച്ചറിയാൻ, അന്വേഷിച്ച് കണ്ടെത്താൻ നമുക്ക് കഴിയണം. അന്വേഷിച്ച് കണ്ടെത്താൻ നമുക്ക് കഴിയണം. അവിടെയാണ് ഇസ്ലാം ദൈവത്തെ കണ്ടെത്താനുള്ള സൂചനകൾ നമുക്ക് നൽകുന്നത്. വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഒരു പഠിതാവിന്, ഒരു ഖുർആൻ വിദ്യാർത്ഥിക്ക് വിശുദ്ധമായ ഖുർആൻ തുറക്കുമ്പോൾ ആദ്യമായി കാണുന്ന അഭിസംബോധന, സ്ഥാപകർ സൂചിപ്പിച്ച പോലെ 2 തരം അഭിസംബോധനകളുണ്ട് ഖുർആനിൽ. ചിലയിടങ്ങളിൽ വിശ്വാസികളെ എന്ന് വിളിക്കും, ചിലയിടങ്ങളിൽ മനുഷ്യരെ എന്ന് വിളിക്കും. എന്നാൽ വിശുദ്ധമായ ഖുർആൻ തുറക്കുന്ന ഒരു മനുഷ്യന് ആദ്യമായി കാണാൻ കഴിയുന്ന അഭിസംബോധന
വിശ്വാസികളെ എന്നല്ല, മുസ്ലിമുകളെ എന്നല്ല, പിന്നെയോ യാ അയ്യുഹന്നാസ്, മനുഷ്യരെ. മനുഷ്യരെ എന്ന് പറഞ്ഞാൽ മതത്തിന്റെ അതിർവരമ്പുകളില്ലാതെ ഖുർആൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വിളിക്കുന്നു. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ. അതേ, മുസൽമാനും ഹൈന്ദവനും ക്രിസ്ത്യാനിയും ജൈന വിശ്വാസക്കാരനും ബുദ്ധമത വിശ്വാസക്കാരനുമുള്ള സർവ മനുഷ്യരെയും വിളിക്കുന്നു ഖുർആൻ. മനുഷ്യരെ, ഉഅ്ബുദു, നിങ്ങൾ ആരാധിക്കണം. നിങ്ങൾ ആരാധിക്കണം. ആരെ ആരാധിക്കണം? മുസ്ലിങ്ങളുടെ ദൈവമായ അള്ളാഹുവിനെ നിങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ആരാധിക്കണം. എന്ന് ഖുർആൻ പറഞ്ഞാൽ ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റൂല. നിസ്കരിക്കുന്നവന്റെയും ഹജ്ജ് ചെയ്യുന്നവന്റെ ഒക്കെ ദൈവമായ അള്ളാഹുവിനെ അങ്ങോട്ട് ആരാധിക്കണം എന്ന് ഖുർആൻ പറഞ്ഞാൽ തള്ളിക്കളയാം. പക്ഷേ അങ്ങനെയല്ലല്ലോ ഖുർആൻ പറഞ്ഞത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന അമുസ്ലിം സഹോദരങ്ങൾ വളരെ വ്യക്തമായി കേൾക്കണം. ഖുർആൻ വിളിക്കുന്നു നിങ്ങളെ, ഖുർആൻ വിളിക്കുന്നു നിങ്ങളെ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ. മനുഷ്യരെ, ഉഅ്ബുദു, നിങ്ങൾ ആരാധിക്കുവിൻ. ആരെ? റബ്ബക്കും, നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുവിൻ. എന്റെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കണ്ട. മുസ്ലിമുകളുടെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കണ്ട. ഒരു മതക്കാരന്റെയും ദൈവത്തെ നിങ്ങൾ ആരാധിക്കണ്ട. പിന്നെയോ ഖുർആൻ പറയുന്നത് എന്താ? ഉഅ്ബുദു റബ്ബക്കും, നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുവിൻ. നിങ്ങളുടെ പരിപാലകനെ നിങ്ങൾ ആരാധിക്കുവിൻ. ആരാണ് നിങ്ങളുടെ പരിപാലകൻ? ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച, സർവസ്വത്തെയും സൃഷ്ടിച്ച, ഈ ഭൂമി നിങ്ങൾക്ക് വാസയോഗ്യമാക്കി തന്ന, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തരുന്ന, നിങ്ങൾക്ക് ചെടികുടികൾ മുളപ്പിച്ചു തരുന്ന നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ കണ്ടെത്തിൻ. ആ ദൈവത്തെ കണ്ടെത്തി ആ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുവിൻ.